നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ആരംഭിച്ചതിന് ശേഷം പല സ്റ്റോക്കുകൾക്കും മാസീവായിട്ടുള്ള റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ജൂൺ പാദം അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട്. സോ ഈ ഒരു ഏപ്രിലൊപ്പം തന്നെ ജൂൺ പാദത്തിൽ മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഫർമേഷനാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. മികച്ച റിട്ടേൺ നൽകിയതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 25% ഒരു റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുള്ള ഓഹരികളാണ്. അതായത് 2025 ആരംഭിച്ചതിന് ശേഷം മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ പ്രത്യേകത, ഒന്ന്, മാർക്കറ്റ് ക്യാപ്പ് 2000 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതോടൊപ്പം തന്നെ ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം 10,000 ഷെയർസിന് മുകളിലാണ്. പക്ഷേ 10,000 ഷെയർസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ലിക്വിഡിറ്റി കുറവുള്ളതാണ്. പക്ഷേ എങ്കിലും 10,000 ഷെയർസിന് മുകളിലുള്ള കുറച്ച് സ്റ്റോക്സുകളാണ്. ഇത്തരം സ്റ്റോക്കുകളുടെ ഇൻഫർമേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരം സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് മോഡലുകൾ, പുതിയ കമ്പനികളൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. നമ്മൾ ബ്രോക്കറേജുകൾ നൽകുന്ന ബൈ റെക്കമെൻഡേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് കുറച്ച് സ്റ്റോക്കുകളുടെ മാസീവായിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഫർമേഷനാണ് പങ്കുവെക്കുന്നത്. ആദ്യത്തെ ഒരു സ്റ്റോക്ക് സ്ട്രിംഗ് മെറ്റാവേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതൊരു വെബ് 3.0 കമ്പനിയാണ്. ഈ ഒരു കമ്പനിക്ക് നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2095 കോടി രൂപയുടെ വിപണി മൂലധനമുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു 2025 ആരംഭിച്ചതിന് ശേഷം 206% മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 31 രൂപയിൽ നിന്നും 180 രൂപയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്നാം പാദത്തിൽ 206% ഒരു മുന്നേറ്റവും രണ്ടാം പാദത്തിൽ 89% മുന്നേറ്റവുമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 225% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 35 കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ആക്റ്റീവ് യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു 3 ലക്ഷം ആക്റ്റീവ് യൂസേഴ്സ് ഈ ഒരു സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് മാത്രമല്ല അവരുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഡെപ്റ്റ് കംപ്ലീറ്റ്ലി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു കമ്പനിയാണ്. വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉയർന്നതായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി പൊസിഷൻ നോക്കുമ്പോഴും ഹെൽത്തി ആയിട്ട് തുടരുന്ന ഒരു കമ്പനി കൂടിയാണ്. കറണ്ട് റേഷ്യോ നോക്കുമ്പോൾ 5.4 ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ റിസ്ക് അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടുന്ന കുറച്ച് ഫാക്ടേഴ്സ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറവാണ്, നെഗറ്റീവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നെഗറ്റീവ് 2.58% രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റ മാർജിൻ കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 161% കുറവാണ് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഉയർന്ന EV/EBITDA ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു 180 രൂപ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉയർന്ന നിലവാരം എന്ന് പറയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് എലൈറ്റ് കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. 1987 ഈ ഒരു സ്റ്റോക്ക് സ്ഥാപിതമായിരിക്കുന്നത്. പ്രധാനമായിട്ടും ടൊബാക്കോയുടെ ബിസിനസ്സാണ് ഈ ഒരു കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഒപ്പം തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് അവരുടെ പ്രൊഡക്റ്റുകൾ അവർ വിൽക്കുകയും സപ്ലൈ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. UAE, സിംഗപ്പൂർ, ഹോങ്കോങ്, യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവരുടെ സർവീസ് ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ചൂയിങ് ടൊബാറ്റോ, സ്നഫ് ഗ്രൈൻഡേഴ്സ്, മാച്ച് ലൈറ്റ്സ്, മാച്ചസ്, മാച്ച് ബോക്സസ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. 2025 കലണ്ടർ ഇയർ 219% മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 102 രൂപയിൽ നിന്നും 510 രൂപയായിട്ട് വരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. Q1 219% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ Q2 57% ഒരു മുന്നേറ്റവും ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി BSE മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2021 മുതൽ ഈ ഒരു കമ്പനി
സിഗരറ്റ്സ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പരിശോധിക്കുമ്പോൾ 8,309 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. ഈ റീസെൻ്റ്ലി കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു കറണ്ട് പ്രൈസ് നോക്കുമ്പോൾ 51 രൂപ റേഞ്ചിലാണ്. 1:10 എന്ന റേറ്റിലായിരുന്നു അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ സ്റ്റോക്ക് 51 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു 51 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ആ ഒരു അഡ്ജസ്റ്റഡ് പ്രൈസിലാണ് ട്രേഡിംഗ് നടത്തുന്നത് കാണാം. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ആ ഒരു പ്രൈസ് റേഞ്ചാണ് കാണുന്നത്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ കഴിഞ്ഞ 3 വർഷമായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. റവന്യൂ ഗ്രോത്തും വളരെ നല്ല രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള റവന്യൂ ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉയർന്നു തന്നെ നിലനിൽക്കുന്നുണ്ട്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നോക്കുമ്പോഴും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി പൊസിഷൻ ഹെൽത്തി ആയിട്ട് തുടരുന്നൊരു കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിങ്ങും വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനി കൂടിയാണിത്. പക്ഷേ ലിമിറ്റേഷൻസ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞ റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും വളരെ കുറവാണെന്ന് കാണാം. ഒപ്പം ഓപ്പറേഷൻസിൽ നിന്നുമുള്ള ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള ക്യാഷ് ഫ്ലോ നെഗറ്റീവായിട്ടാണ് തുടരുന്നതെന്ന് കാണാം. ടാക്സ് റേറ്റ് വളരെയധികം കുറവാണെന്നും കാണാം. എബിഡ മാർജിനും കമ്പനിയുടെയും കുറവാണെന്ന് കാണാം. ഒപ്പം തന്നെ ബുക്ക് വാല്യൂ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. EV/EBITDA ഉയർന്നു തന്നെയാണ് കമ്പനിക്ക് നിൽക്കുന്നത്. 250 എന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കോത്താരി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനാണ് മറ്റൊരു സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 124% മുന്നേറ്റമാണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 87 രൂപയിൽ നിന്നും 326 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. Q2-വിൽ 68% റാലി നടത്തിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. 1970 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു കമ്പനി ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. FMCG, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് എന്നീ സെഗ്മെന്റിലൊക്കെ തന്നെ ഈ ഒരു കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. ഇനി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 3,367 കോടി രൂപയാണ്. 350 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത്. 427 രൂപ വരെ പോയൊരു ഓഹരിയാണ്. കമ്പനി അവരുടെ സ്ട്രെങ്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ കടം ശക്തമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു കമ്പനിയാണ്. ഹെൽത്ത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് കൺവേർഷൻ സൈക്കിൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. പക്ഷേ റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ വളരെ മാർജിനൽ ആയിട്ടുള്ള റവന്യൂ ഗ്രോത്ത് മാത്രമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 0% ആയിട്ടാണ് കഴിഞ്ഞ 3 വർഷമായിട്ടും തുടരുന്നതെന്ന് കാണാം. പിന്നെ ലയബിലിറ്റീസ് നോക്കുമ്പോൾ കണ്ടിജന്റ് ലയബിലിറ്റീസ് 22.63 കോടി രൂപയുടെ ഒരു കണ്ടിജന്റ് ലയബിലിറ്റിയാണ് കമ്പനിക്ക് ഉള്ളത്. ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴും ഓപ്പറേഷൻസിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. എബിഡ മാർജിനും കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു ഓഹരി സിക്ക ഇന്റർപ്ലാന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് എയ്റോസ്പേസ്, ഡിഫൻസ്, സ്പേസ്, ഓട്ടോമോട്ടീവ് സെക്ടേഴ്സിൽ പ്രൊഡക്റ്റുകൾ, സിസ്റ്റംസും അതുപോലെ തന്നെ സർവീസുകളും നൽകുന്ന ഒരു കമ്പനിയാണ്. കമ്പനി 2025-ൽ 198% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 507 രൂപയിൽ നിന്നും 1,514 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. രണ്ടാം പാദത്തിൽ മാത്രം 137% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. Q1-ൽ 26% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിരുന്നു. 2,985 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. 1,578 രൂപ റേഞ്ചിലാണ് നിലവിൽ ഇന്ന് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,624 രൂപ വരെ ഈ ഒരു ഓഹരി ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 399 രൂപയിൽ നിന്നുമാണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിലോട്ട് ഉയർന്നതെന്ന് കാണാം. സ്റ്റോക്കിന്റെ മറ്റ് പ്രത്യേകതകൾ നോക്കാം. ജൂണിൽ മാത്രം 85% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസമായിട്ടും തുടർച്ചയായിട്ടുള്ള റാലി നടത്തുന്ന ഒരു ഓഹരിയാണ്. 254% മാത്രം റാലി മാർച്ചിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണ്. 3 വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും 1000%-ലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. തൊട്ട് മുൻപ് സംസാരിച്ച കമ്പനികളിലൊക്കെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട്. ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കമ്പനിയാണ്. ലിക്വിഡിറ്റി പൊസിഷനും ഹെൽത്തി ആയിട്ട് തുടരുന്ന ഒരു കമ്പനിയാണ്. പ്രൊമോട്ടർ
പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 70% പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉള്ളൊരു കമ്പനിയാണ്. പക്ഷേ ലിമിറ്റേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. റവന്യൂ ഗ്രോത്ത് അത്ര തന്നെ ഒരു മികച്ചതായിട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു കമ്പനിയാണ്. 13% റവന്യൂ ഗ്രോത്താണ് കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ഉയർന്ന PE ആണ്. പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ നോക്കുമ്പോൾ വളരെ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, ഇൻഡസ്ട്രി PE ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്നതാണെന്ന് കാണാം. അതായത് കുറച്ച് ഓവർ വാല്യൂഡ് ആണ്, ഓവർ ഹീറ്റഡ് ആണ് ഈ ഒരു സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. EV/EBITDA നോക്കുമ്പോൾ വളരെ ഉയർന്നതായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. NACL ഇൻഡസ്ട്രീസ് ആണ് അടുത്തൊരു ഓഹരി. ഇതൊരു അഗ്രോ കെമിക്കൽ കമ്പനിയാണ്. കമ്പനി 50ലധികം ക്രോപ്സുകളൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സിലും നല്ലൊരു പ്രസൻസ് ഉള്ളൊരു കമ്പനി കൂടിയാണ്. ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 166% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67 രൂപയിൽ നിന്ന് 178 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 52% മുന്നേറ്റമാണ് ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം 74% മുന്നേറ്റം രണ്ടാം പാദത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3589 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണുള്ളത്. 180 രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത്. 220 രൂപ വരെ പോയൊരു ഓഹരിയാണ്. 48 രൂപ എന്നൊരു റേഞ്ചിലേക്ക് ഇടിഞ്ഞൊരു ഓഹരിയാണ്. അവിടെ നിന്നാണ് ഈ ഒരു റാലി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ സ്ട്രെങ്ത് ആയിട്ട് പറയാനുള്ളത് പ്രൊമോട്ടർ ഹോൾഡിംഗ് 60% കൂടുതൽ ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. പ്രോഫിറ്റ് ഗ്രോത്ത് വളരെയധികം കുറവാണ്. റവന്യൂ ഗ്രോത്തും കുറവുള്ള ഒരു കമ്പനിയാണ്. മാത്രമല്ല ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും വളരെ ലോ ആയിട്ട് തുടരുന്നൊരു കമ്പനിയാണ് ഇത്. ഇനി ഒരു ഓഹരി എന്ന് പറയുന്നത് ക്യാംലിൻ ഫൈൻ സയൻസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് സ്പെഷ്യലിറ്റി കെമിക്കൽസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. 136% മുന്നേറ്റമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 128 രൂപയിൽ നിന്ന് 302 രൂപയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 31% മുന്നേറ്റം Q1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം പാദത്തിൽ 80% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5821 കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. 315 രൂപ റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 324 രൂപ വരെ ഉയർന്നൊരു ഓഹരിയാണ്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് വളരെ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ളത്. പക്ഷെ ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് വളരെയധികം ലോ ആണ്. റവന്യൂ ഗ്രോത്തും അത്ര തന്നെ മികച്ചതല്ല എന്ന് കാണാം. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും വളരെ കുറവാണെന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും വളരെ താഴ്ന്ന ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.04 ആണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ആക്സിസ് കേറ്റ്സ് ടെക്നോളജീസ് ആണ്. ആക്സിസ് കേറ്റ് ടെക്നോളജീസ് എന്ന കമ്പനി ഒരു ടെക്നോളജി സൊല്യൂഷൻസ് കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്, സർവീസസ് പോലുള്ള സർവീസുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 2025 127% മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത്. 626 രൂപയിൽ നിന്നും 1421 രൂപയിലേക്ക് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. Q1 42%, Q2 60% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. 5792 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത്. ഇന്ന് 1450 രൂപ റേഞ്ചിലാണ് വ്യാപാരം നടത്തുന്നത്. 1479 രൂപയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ ശക്തമായിട്ട് തുടർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻകം ഗ്രോത്ത് നോക്കുമ്പോഴും വളരെ മികച്ചതായിട്ടുള്ള ഒരു ഇൻകം ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചൊരു കമ്പനിയാണ്. ഓപ്പറേറ്റിംഗ് ലെവറേജും ഹെൽത്തി ആയിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കമ്പനി കൂടിയാണ്. പക്ഷേ ലിമിറ്റേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവാണ്. അതോടൊപ്പം ഡിവിഡൻഡ് പേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് നൽകാറുള്ളത്. പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ച് അത്തരത്തിൽ ഡിവിഡൻഡ് ഒന്നും തന്നെ കാര്യമായിട്ട് നൽകാത്തൊരു കമ്പനിയാണ്. അതോടൊപ്പം പ്രൊമോട്ടർ പ്ലഡ്ജിങ്ങും വളരെയധികം ഉയർന്നതാണ് കാണാം. 14.14% പ്രൊമോട്ടർ പ്ലഡ്ജിങ് ഉള്ളൊരു കമ്പനിയാണ്. ഇതും ഒരു റിസ്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോഴ്സ് മോട്ടോഴ്സും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേയും സംസാരിച്ചിട്ടുണ്ട്. 121% റാലിയാണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 6502 രൂപയിൽ നിന്നും 14349 രൂപയായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 39% റാലിയാണ് ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയത്. 59% റാലി രണ്ടാം പാദത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് 1958 സ്ഥാപിതമായത്. ഇത് അബൈ ഫ്ലോറിഡ ഗ്രൂപ്പിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. ഇതിനു മുന്നേ ബജാജ് ടെമ്പോ എന്നുള്ള പേരിലായിരുന്നു ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത്. മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അഗ്രികൾച്ചർ ട്രാക്ടേഴ്സ് ഒക്കെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ തന്നെ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. 18,177 കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്.
14,580 രൂപയ്ക്ക് മുകളിലാണ് ഇന്ന് വ്യാപാരം ചെയ്യുന്നത്. 77% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന വളർച്ചയും 52% രേഖപ്പെടുത്താൻ സാധിച്ചൊരു കമ്പനിയാണ്. ഡെപ്റ്റ് വളരെ കാര്യമായി കുറച്ചു കൊണ്ടുവന്നൊരു കമ്പനിയാണ്. ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 10.95 എന്നുള്ളൊരു റേഞ്ചിലാണ് തുടരുന്നത്. പക്ഷേ റിട്ടേൺ ഓൺ ഇക്വിറ്റി അത്ര തന്നെ മികച്ചതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തൊരു ഓഹരി GRM ഓവർസീസ് ലിമിറ്റഡ് ആണ്. കമ്പനിയെ സംബന്ധിച്ച് ബസ്മതി റൈസിൻ്റെ ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും ആയിട്ടുള്ള ബസ്മതി റൈസിൻ്റെ മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ തന്നെ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓവർസീസ് മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലും മാർക്കറ്റിംഗ് ചെയ്യുന്നൊരു കമ്പനിയാണ്. 76% മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 202 രൂപയിൽ നിന്നും 355 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 30% വളർച്ച ഒന്നാം പാദത്തിലും 35% വളർച്ച രണ്ടാം പാദത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2,251 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണുള്ളത്. 365 രൂപയ്ക്ക് മുകളിലാണ് ഇന്ന് വ്യാപാരം ചെയ്യുന്നത്. കമ്പനിയുടെ സ്ട്രെങ്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരുമാന വളർച്ച വളരെ മികച്ചതായിട്ട് തുടരുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട്. 29.48% കഴിഞ്ഞ 3 വർഷമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ഹോൾഡിങ്ങും വളരെയധികം ഉണ്ട്. 72% ഹോൾഡിങ്സും പ്രൊമോട്ടറുടെ കൈവശം തന്നെയാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ സ്റ്റോക്കുകളാണ് ഇത്തരത്തിൽ ഇംപ്രസീവ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നാം പാദത്തിലും രണ്ടാം പാദത്തിലും നൽകിയിരിക്കുന്നത്. നമ്മളൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നൽകിയതാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. വ്യക്തമായിട്ട് പഠിക്കുക, ഫണ്ടമെൻ്റലി എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ചില സ്റ്റോക്സിനൊന്നും ലിക്വിഡിറ്റി ഒക്കെ വളരെയധികം കുറവാണ്, മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്, അതിനാൽ തന്നെ റിസ്ക്കും കൂടുതലാണ്. സോ ഇത്തരം സ്റ്റോക്കുകളൊക്കെ നമ്മൾ നിക്ഷേപത്തിനായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്.